ഇത് ഇപ്പോൾ ദേവസ്വം ബോർഡുകൾ ഇത്തരത്തിലൊരു തീരുമാനം എടുത്താൽ ഈ ദേവസ്വം ബോർഡ് രൂപീകരിക്കുന്നത് ഒരു കാലഘട്ടം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഏത് ക്ഷേത്രമാണോ ഏറ്റെടുക്കുന്നത് ആ ക്ഷേത്രത്തിൻ്റെ അവിടെയുള്ള ആചാരങ്ങളെല്ലാം ഞങ്ങൾ പഴയതുപോലെ തന്നെ ഏറ്റെടുത്ത് നടത്താം, അതിൻ്റെ പ്രൗഢിയോടും അന്തസ്സോടും കൂടി നടത്താം എന്നാണ് പറയുന്നത്. അപ്പോൾ വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശബരിമലയിൽ അല്ലെങ്കിൽ ഏറ്റുമാനൂർ അവിടെ എന്താണോ ചടങ്ങുകൾ നടക്കുന്നത് ആ ചടങ്ങുകളെല്ലാം ഞങ്ങൾ ദേവസ്വം ബോർഡ് മുൻകാലങ്ങളിൽ എങ്ങനെ നടന്നു അത് ഏറ്റെടുത്ത് നടത്താമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തിലുള്ള ഒരു എഗ്രിമെൻറ്റിലാണ് ദേവസ്വം ബോർഡ് ഓരോ ക്ഷേത്രങ്ങളും ഏറ്റെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുകയാണ് ഞങ്ങൾക്ക് അത് പറ്റില്ല, ആന പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അതിന് ഒരു തന്ത്രി ഇതിലെല്ലാം എതിർത്ത് നിൽക്കുന്ന ചില ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ അഭിപ്രായം കേട്ട് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ നമ്മൾ ആഗ്രഹിക്കുന്ന എന്താ, ആന വേണം, ആന എഴുന്നള്ളിപ്പ് വേണം, എല്ലാം. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വളരെ കൂലങ്കഷമായി ഭംഗിയായി അവതരിപ്പിച്ചു. ഇത് പൈതൃകത്തിൻ്റെ ഭാഗമാണ്, ഇത് കേരളത്തിന് ഏറ്റവും എന്താ പറയുക ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പൂര വേല ആഘോഷങ്ങൾ നടക്കണമെന്ന് വ്യക്തമായി പറയുക. അപ്പോൾ ദേവസ്വം ബോർഡ് നേരത്തെ രാജേഷ് പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു NGOs വേറൊരു തലത്തിലേക്ക് സുപ്രീം കോടതി ഇത്തരത്തിലുള്ള ഒരു വിധി വന്നപ്പോൾ വേറൊരു തലത്തിലേക്ക് മാറി വേറൊരു ടീമിനെ, അതായത് ദേവസ്വം ബോർഡ് പോലത്തെയുള്ള ദേവസ്വങ്ങളെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ പിടിച്ച് ഇതിനെ എങ്ങനെയെങ്കിലും ഇല്ലാണ്ടാക്കുക. ഇത് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ സുപ്രീം കോടതി ഏത് വിധിയാണോ തന്നെ അതേപോലെ തന്നെ സുപ്രീം കോടതി ഇതിലും ഒരു വിധി തരുമെന്നുള്ള ഉത്തമ വിശ്വാസത്തിലുള്ള ആൾ ഞാൻ. അത് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എപ്പോഴും ഈ ആന എഴുന്നള്ളിപ്പും ഇത് ക്ഷേത്രങ്ങളെ മാത്രമാണ്, വേറെ ഏതെല്ലാം കാര്യങ്ങൾ നടക്കുന്നുണ്ട് ക്ഷേത്രങ്ങളിലാണ്. ഈ ആന എഴുന്നള്ളിപ്പും നമ്മൾ കുറച്ച് കാലമായി എടുത്ത് ശ്രദ്ധിച്ചാൽ അറിയാം, ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ വഷളാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് തന്നെ നമ്മളൊരു പഠിച്ചാൽ, ഒരു പഠനം നടത്തിയാൽ വ്യക്തത വരും. ഇതിൻ്റെ പിന്നിൽ ആരോ ഉണ്ട്, ഇതിന് വേണ്ടിയിട്ട് പൂരങ്ങളും വേലാഘോഷങ്ങളും എല്ലാം നിർത്തിവെക്കാൻ അല്ലെങ്കിൽ ഇല്ലാതാക്കാൻ ഇതിനൊരു NGO ഇതിന് വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട ദേവസ്വം ബോർഡ് അവരുടെ ഡ്യൂട്ടി എന്താണോ ആ ഡ്യൂട്ടി നിറവേറ്റാണ്ട് പുതിയ ഭരണപരിഷ്കാരം അല്ലെങ്കിൽ പുതിയൊരു സിസ്റ്റത്തിലേക്ക് ദേവസ്വം ബോർഡിനെ കൊണ്ടുവരരുത്. ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നല്ല രീതിയിൽ ആ പഴമയോടും അതിൻ്റെ പെരുമയോടും എല്ലാ അമ്പലങ്ങളിലും അതിൻ്റേതായ ആനയുള്ള ക്ഷേത്രങ്ങളിൽ ആനയും ഏതെല്ലാം തരത്തിലാണ് ആനയില്ലാത്ത ക്ഷേത്രങ്ങളിൽ ആനയില്ലാത്ത തരത്തിലും അതെല്ലാം അതിൻ്റേതായ അന്തസ്സോടും പ്രൗഢിയോടും അവിടുത്തെ ആഘോഷങ്ങൾ നടത്താനുള്ള ചുമതലയാണ് ആ ദേവസ്വം ബോർഡിന് കൊടുത്തിരിക്കുന്നത്. അതിൽ മാറ്റം വരുത്താൻ പാടില്ല. അത് തന്ത്രി വര്യന്മാരായാലും അല്ലെങ്കിൽ മറ്റുള്ളത് അതിനൊക്കെ ലിഖിതമായ കുറേ കാര്യങ്ങളുണ്ട്. ആ ലിഖിതമായ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.